സോഷ്യൽ മീഡിയയുടെ അതിവേഗ ലോകത്ത് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സത്യമാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വീഡിയോ ഈ ചോദ്യം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജെസിക്ക റാഡ്ക്ലിഫ് എന്ന മറൈൻ പരിശീലകയായ ഒരു ഓർക്ക ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന തരത്തിൽ പ്രചരിച്ച ഒരു വീഡിയോ ഭീതിയും ദുഃഖവും ഒരുപോലെ ജനിപ്പിച്ചു. എന്നാൽ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോൾ അത് വ്യാജമാണെന്ന് വ്യക്തമാകുന്നു. എങ്കിലും ഈ വ്യാജ വാർത്തയുടെ പിന്നിലുള്ള സാങ്കേതിക വിദ്യ, ഇതിനു മുൻപേ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മറൈൻ പാർക്കിന്റെ പശ്ചാത്തലത്തിൽ കാണികൾക്ക് മുന്നിൽ വെച്ച് ഒരു യുവതി ഓർക്കയെ പരിശീലിപ്പിക്കുന്നതാണ് വീഡിയോയുടെ തുടക്കം. യുവതി സ്നേഹത്തോടെ ഓർക്കയുമായി ഇടപഴകുമ്പോൾ കാണികൾ ആവേശത്തോടെ കൈയടിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഓർക്ക യുവതിയെ ആക്രമിക്കുകയും അവളെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കാണുന്നത്. യുവതിയുടെ സഹപ്രവർത്തകർ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു. അതോടൊപ്പം തന്നെ ജെസിക്ക റാഡ്ക്ലിഫ് എന്ന പേരും. പലരും ഈ സംഭവം സത്യമാണെന്ന് വിശ്വസിച്ച് ദുഃഖം രേഖപ്പെടുത്തി. ചിലർ ഇതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പങ്കുവച്ചു. പ്രത്യേകിച്ചും ആർത്തവ രക്തം വെള്ളത്തിൽ കലർന്നതാണ് ഓർക്കയെ പ്രകോപിപ്പിച്ചതെന്ന വാദം. ഈ വാദത്തിന് ശാസ്ത്രീയപരമായ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് പിന്നീട് വിദഗ്ധർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രചരിച്ച വാർത്തകളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഇന്റർനാഷണൽ ബിസിനസ് ടൈംസ് പോലുള്ളവർ അന്വേഷണം ആരംഭിച്ചതോടെയാണ് സത്യം പുറത്തു വന്നത്. ജെസിക്ക റാഡ്ക്ലിഫ് എന്നത് വ്യക്തിയല്ല. മറൈൻ പാർക്കുകളിലെ സമാനമായ സ്ഥാപനങ്ങളിലോ ജെസിക്ക റാഡ്ക്ലിഫ് എന്ന പേരിൽ ഒരു ജീവനക്കാരി ജോലി ചെയ്യുന്നതായി ഔദ്യോഗിക രേഖകളൊന്നും ലഭ്യവുമല്ല. ഇത് ഈ കഥാപാത്രം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും സൂചിപ്പിക്കുന്നു. ഈ വീഡിയോ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ദൃശ്യമല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചെടുത്തതാണ്. പഴയൊരു ദൃശ്യത്തെ പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ എഐക്ക് സാധിക്കും. ഇത്തരം വീഡിയോകൾക്ക് യാഥാർത്ഥ്യത്തോട് സാമ്യം തോന്നാമെങ്കിലും അവ പൂർണ്ണമായും കമ്പ്യൂട്ടർ നിർമ്മിതമാണ്. ഇത്തരത്തിൽ വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു സംഘം തന്നെയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വ്യാജ വാർത്ത ഇത്രയധികം പ്രചരിക്കാൻ ഒരു പ്രധാന കാരണം ഇതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഓർക്ക ആക്രമണങ്ങളിൽ പരിശീലകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതാണ്.